അതാ ഒരു രാലി. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും T4 ടൈം പാസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളിന്നത് ഈ കാണുന്ന തോട്ടിൽ മീൻ പിടിക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വരാൻ കുറച്ച് നേരം വൈകി. അതിന് മുന്നേ അവർ കുറച്ചപ്പുറത്ത് മീൻ പിടിക്കുന്നുണ്ട്. അവർക്ക് കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. ഞാനും കൂടി ഒന്ന് നോക്കുകയാണ്, നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും നോക്കാം. ഇവരിതേ കണ്ടില്ലേ, ഇവിടെ കണ്ടാടി വലൊക്കെ കാണിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. അതിലിതേ ഒരു പരലി എടുക്കുന്നുണ്ട്. കണ്ട, നല്ലൊരു പരലി എടുക്കുന്നുണ്ട് അതിൽ. ഗൈസ്, ഇവർ ഇവിടെ ഒരു വല ഇട്ടിട്ടുണ്ട്. കമ്പായിൽ കണ്ടില്ലേ, ഒരുപാട് മീനുകൾ ഇങ്ങനെ കുത്തി കിടക്കുന്ന കാണുന്നുണ്ട്. മുണ്ടത്തിപ്പരലേ തൊട്ടപ്പുറത്തെ ഇവർ പലയിട്ട് തപ്പുന്നുണ്ട്. ഗൈസ്, ഇതാ ഒരു വാള. ഇന്നെടുക്കോ വിനോദേട്ടാ? ആ ഗിരീഷേട്ടൻ, ആ കലൂപ്പി എടുക്കാം, നോക്കണം. ആദ്യം അതിലിട്ടാ മതി, പിന്നെ കുഴപ്പമില്ലല്ലോ. അത് പുറത്താണത്, അത് പുറത്ത് തന്നെയാണ്. ആ വലയിലേക്കാക്ക്, പുറത്തേക്ക് ആയതല്ല അത്. അതൊക്കെ ഉണ്ടാ, ഞാനേ കുപ്പി എടുത്തിട്ട് വരാം കേട്ടാ. അപ്പൊ അതെ, ഇവർക്ക് ഞാൻ വരണേക്കിട്ട് മുന്നേ കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചാടി പോവില്ല, കാട്ടില്ലേ. കിണറ്റിൽ കുറച്ച് വളകളൊക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അതിൽ കണ്ട് കിടന്ന് ചാറിന് കണ്ട 1.5 വാള. നമുക്ക് വീണ്ടും ഒരു വളനെ കിട്ടിയിട്ടുണ്ട്. അതിനാ വലയ്ക്ക് ആക്കി ഒന്നിട്ട് ആദ്യം വലയ്ക്ക് ആക്ക്. ആ ഞാൻ ഒരു മതി, കണ്ട കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഗൈസ്, നമുക്ക് കിട്ടിയ വാളയുടെ സൈസ് കണ്ട, ഒന്നല്ല, ഒന്ന് ഇതേ കിടക്കുന്ന, അടുത്തത് ഇവിടെ 2, 3 ഇതേ കിടക്കുന്ന, അടുത്തത് ഇവിടെ വന്നോ 4. ചാടി വാള. പിരിക്കാൻ പറ്റില്ലൂടെ? ഈ ഭാഗത്ത് ഇവിടെ വല ഇല്ല, കണ്ട ഇവിടെ ചോദിച്ചിടാണ്ട് കണ്ട, അടിവലയൊന്നും ഇല്ല ഇവിടെ. ആദ്യം കൂടെ ഭൂമി ഇടുമ്പോ ചോദിനെ കയറ്റിയിടണ്ട, അത് ഇടാണ്ട് കരസടിക്ക് കയറ്റിട്ടാ മതി. ചുട്ടി കൂട്ടിട്ടിട്ട് ചൊട്ട് കൂട്ടിട്ടല്ലേ കരസടിക്ക് കയറ്റിട്ട്. അരമലല്ല, അടി കിടക്കുന്നത് അവിടെയാ. അടി വകല്ല ഇവിടെ. ഇല്ല വലല്ല, അവിടെ തന്നെ ഇട്ടാ മതി. ആ വന്നെ അത് മെല്ലെ വലയില് ചുട്ടി പിടിച്ചാൽ പിടിച്ചാൽ മതി. അങ്ങനെ അത്ര ചെറുതൊന്നും പറയാൻ പറ്റില്ല. ആ ചെറുതന്നെ. ഇതേ ഗിരിശേട്ടൻ്റെ കീശയിൽ കുറച്ച് മീനുണ്ട് അതിൻ്റെ അടുത്ത്. ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, ഇവിടെ ആരുമില്ല. ഞാൻ ഇവിടെ ഇരിക്കുന്നത്, ഇവിടെ ആ ചേട്ടൻ മോളത്ത് എത്തിണ്ട്. ഞാനൊക്കെ ഉണ്ടല്ലോ ബോക്സിലാക്കിയിട്ട്
നമ്മുടെ വല ഒന്നുകൂടി കറക്റ്റായിട്ട് ഇടുകയാണ്. കാരണം ഇതിൻ്റെ അടിഭാഗമൊക്കെ ഒരുപാട് ചണ്ടി കുടുങ്ങിയിട്ട് പൊന്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മീനൊക്കെ കുത്തി വരയ്ക്കുന്ന സമയത്ത് കുറേ പൊന്തി കിടക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മീനൊക്കെ എടുത്ത് ഒന്നുകൂടി കറക്റ്റാക്കി ഇട്ടിട്ടുണ്ട്. വലിയൊരു വാള നമ്മുടെ വലയിൽ. അത് ചിലപ്പോൾ പൂങ്കിരി ചേട്ടാ വായോ. അയ്യോ ഇതാ കിടക്കണം നല്ലൊരു വാള, കിണ്ടിലെ സാധനം. കണ്ട ചാറിന് കണ്ട. അവിടെ ഒരു പരലുണ്ട്, വാളയുണ്ട്, എല്ലാം ഉണ്ട് അവിടെ. എന്താ കിടന്ന് കിടക്കണ ചാട്ടം കണ്ടില്ലേ ഗൈസ്? 2 എണ്ണം ഉണ്ട് അവിടെ, ഒന്നല്ല 2 എണ്ണം ഉണ്ട്. ഒരെണ്ണം ഇപ്പുറത്ത് കിടക്കുന്നുണ്ട്. അത് ചിലപ്പോൾ വല പൊട്ടിക്കൂട്ടാ. ഇത് നമ്മുടെ ചേട്ടന് നല്ലൊരു വളം കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലൊരു വളം കിട്ടിയിട്ടുണ്ട്. ദാ കൊണ്ടിരുന്നു ഗിരിച്ചേട്ടൻ ഇങ്ങോട്ട് തിരി. എന്നാലും നമുക്ക് മതി അവിടെ നിന്നു, ഇനി കളയണ്ട. വീണ്ടും വലിയൊരു മുണ്ടത്തി. ഇവ ഇതേ കിടക്കണണ്ട, നമ്മുടെ വാള അവിടെ കിടക്കണു. ഇതൊരു മുണ്ടത്തി ഇവിടെ, ഇതേ പറഞ്ഞാൽ അവിടെ, ഇതേ വേറൊരെണ്ണം കണ്ടില്ലേ. ഇതേ വേറെ ഒരെണ്ണം വന്ന് കുത്തിയാൽ മടക്ക്. നമ്മളവിടെ അവരെന്തായി നോക്കാൻ വേണ്ടി പോകുമ്പോൾ ഇതിലിങ്ങനെ വന്നിട്ട് മീനോട് കുത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ അപ്പുറത്തേക്ക് എടുത്ത് ചാടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല വാളകൾ. അതാ അയ്യോ കണ്ട അവിടെ കിടന്ന് പടക്കട്ടെ, കിടന്നിട്ട് ഒന്ന് മയക്കട്ടെ. തൂളിയൊക്കെ കിട്ടി തുടങ്ങിയ. അത് വാളയായിരിക്കും, വാള കുട്ടിയായിരിക്കില്ല അല്ലേ? അതെ വാളയായിരിക്കും, വാള കുട്ടിയായിരിക്കില്ല അറിയാം. അതിന്റെ ആലാണല്ലോ. എന്നിട്ട് അവിടെ തന്നെ പക്ക് കൊടുത്തു നോക്കും. അവിടെ എത്തിയിട്ടില്ല. അവിടെ വിനോദേട്ടാ അങ്ങോട്ട് പോയി. അവിടെ അല്ല ഇങ്ങോട്ട് ഈ മൂലക്കിൽ. ഇവിടെ മുണ്ടത്തിൻ്റെ തോന്നുന്നുണ്ട്. ഇത് കൊണ്ടുനടക്കാൻ എളുപ്പമല്ല, അത് ഇങ്ങോട്ട് തന്നോളാൻ പറഞ്ഞത്. ഇപ്പോൾ ഒരു ഇതൊക്കെ 2-3 വലയിൽ കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത്. നമ്മൾ മുന്നത്തെ മീൻ അവിടെ കൊണ്ടിട്ടുണ്ട്. നമ്മളങ്ങനെ അടുത്തൊരു വല ഇത് അവിടെ വലിച്ചൊക്കെയാണ്. ആ ചണ്ടയുടെ ഉള്ളിൽ നിന്ന് മെല്ലെ പക്ക് കൊടുത്തിട്ട് വീണ് ചേട്ടൻ. നമുക്ക് അതിന് വല്ലതും കിട്ടുമോ നോക്കി നോക്കാം. വല അവിടെ ഞാൻ കയറി. അങ്ങോട്ട് പോകണ്ടല്ലോ, പിടിച്ചോ. അത് വേറെ, അത് അപ്പുറത്തേക്ക് ചാടി. ഒരാൾ കയറി വരികയാണെങ്കിൽ ഒരു വലത്ത് അവിടെ തടുത്തിടാ. അവിടെ നിങ്ങളിവിടെ നിന്നിട്ട് മീൻ പിടിക്കുകയാണെങ്കിൽ പിള്ളേനെ പിടിക്കാം. ഗൈസ്, നമ്മുടെ ഈ വലയിൽ ഒരു മീൻ കുത്തിയിട്ടുണ്ട്. ബ്രാലാണോ വാലാണോ എന്നറിയില്ല. കുറേ നേരമായി നമ്മുടെ ഈ വല മൊത്തം വലിക്കുന്നുണ്ട്. ഒന്ന് നോക്കി നോക്കാം. ആളിത് നമ്മളിത് ഇവിടെ ഒരു വല സെറ്റാക്കിയിട്ടുണ്ട്. കാരണം നമ്മുടെ ആ സൈഡിൽ നിന്ന് ഒരുപാട് മീൻ ഇങ്ങോട്ട് ചാടിയുണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ അപ്പുറത്തേക്ക് എടുത്ത് പോകും. അവിടെയൊക്കെ കണ്ടില്ല, നല്ല ഒരുപാട് മീൻ പിടുത്തക്കാരുണ്ട്. ആ മൂലയ്ക്ക് കൂടെ വാ.
ആ ചണ്ടിയൊന്നും വരണം എനിക്ക് അധികം ആക്കണ്ട. പതുക്കെ വന്നാൽ മതി. ഇത് ഇവിടെ 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 ഇതിൽ വലിയ മീനാ. അവിടെ തന്നെ നോക്കി നോക്കിയേ. ആണേ അതന്നെ കണ്ട കുറേ നേരമായവേ. നോക്ക് അച്ഛാ, വല ഇവിടെ ഉണ്ട്. വല തെക്കുതാർ കൂട്ടില്ല. അതെ 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 അതന്നെ. അതല്ല ചിറ്റിയില്ല, ആകെ ചിറ്റിയുണ്ട്. അവനെ അത് കിട്ടാൻ ഞാൻ വല പൊളിച്ചു പോവും. ആ ഇല്ല 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 ഇല്ല. ആ ചിലപ്പോൾ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടലുണ്ടാവില്ല ചിലപ്പോൾ. അത് പിന്നെ കടിച്ച് പിണഞ്ഞു. ആ പിരിഞ്ഞു നന്നായിട്ട്. കണ്ട കിട്ടിയത് അല്ലെങ്കിൽ അപ്പുറത്തേക്ക് എത്തിയിരുന്നു. ഗൈസ് ഒരു കിൻഡിൽ സാധനം, കിൻഡിൽ സാധനം തന്നെയാണ് ഗൈസ്. ആണ് നമ്മളിത് അവനെ എടുക്കുകയാണ്. അവൻ്റെ ചിറ്റയൊക്കെ ഏറെക്കുറെ നമ്മൾ അയച്ചിട്ടുണ്ട്. അവൻ വലയിൽ പിണഞ്ഞാണ്ട് കിട്ടിയെങ്ക, അല്ലെങ്കിൽ ഇത് അപ്പുറത്തേക്ക് പോയിരുന്നു. ഇതുപോലത്തെ ഒരു 4-5 ചാടി കണ്ടു. ഭാഗ്യമുണ്ടെങ്കിൽ ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്തെ മീൻപിടുത്തക്കാർക്ക് കിട്ടും. അപ്പോൾ കാണാം. അയ്യോ നല്ല നീളമുണ്ട്. ഞാൻ ഇറങ്ങണ. മീൻ പുറത്താണ് കേട്ടാ. ആ മീൻ പുറത്താണെന്നറിയാം. ഗൈസ് അതാ ഒരു ബ്രാലി. ഗൈസ് അതാ ഒരു ബ്രാലി. ഒരു ബ്രാലി ഒന്ന് കുത്തി അവിടെ. ബ്രാലി ബ്രാലി. ആ ഇതിനെടുക്ക്. മീൻ പുറത്താന്നറിയാം. നമ്മളങ്ങനെ അവൻ്റെ പിണച്ച് ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. അവൻ വലയിൽ നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. കടിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് നന്നായിട്ട് കുടുങ്ങിയിട്ടുണ്ട്. നമ്മൾ ആദ്യക്ക് ഇത് ഈ കാണുന്ന ഒരു വല തന്നെ ഇട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ തൊട്ട പിറകിൽ കാണുന്നത് ഞങ്ങളിത് ഇപ്പോൾ കൊടുത്തിട്ടാണ്. ഞാൻ അച്ഛനും കൂടി ഇട്ടിട്ടാണ്. അപ്പോൾ ആ കാണുന്ന ഗ്യാപ്പിൽ ഒരുപാട് മീനുകളുണ്ട് ഗൈസ്. അങ്ങനെ അവസാനം നമ്മളിത് അവനെ ഉണ്ടാവും. അതാ പറഞ്ഞത് ഇതൊക്കെ ചാടിയുണ്ട് ഇതുപോലത്തെ. ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ടോക്ക് ഇങ്ങോട്ട് ഇട്ടോ ഇങ്ങോട്ട് ഗൈസ്. ഇതേ നമ്മളിത് കണ്ടില്ലേ, ഒരു കുട്ടീനെ എടുത്ത് ഇറക്കണ പോലെയാണ് നമ്മളൊരു വാളനെ എടുത്ത് ഇറക്കണത്. കിണ്ടിലെ സാധനം. അവിടെയൊക്കെ നിറച്ച് പിലോപ്പികളൊക്കെ ഉണ്ട്. ഇതാ പോണു പറഞ്ഞാണ്ടാ. അങ്ങനെ അവനെ ഇതാക്കിണ്ട്. ഇങ്ങോട്ട് തന്നോ മേലേക്ക് മീൻ ഉണ്ടെങ്കിൽ ഞാനത് കൊണ്ടിട്ട് തരാം. ആ ഉണ്ട് ഉണ്ട്. അത് എങ്ങോട്ട് തന്നു. ഇതുപോലത്തെ 4-5 എടുത്ത് ചാടി ഇവിടുന്ന് നോക്കിയിട്ട് കാര്യമില്ല. കിട്ടുന്ന സമയത്ത് ആ വല മുന്നുണ്ടെങ്കിൽ ഞാൻ ആ കിളിച്ചിട്ടാണ് എത്ര പ്രാവശ്യം പറഞ്ഞത്. അപ്പം ഇത് മതി തന്നെ മീനുണ്ടെങ്കിൽ പറയേണ്ടതൊക്കെ. നമുക്ക് കിട്ടിയ വള കണ്ടില്ലേ, ഇതാണ് ഇത്ര നേരം അവിടെ കിടന്ന് ഇങ്ങനെ പടച്ചേർന്നത്. നമുക്ക് അവനെ പിടിച്ചിട്ടുണ്ട്. അച്ഛനാണ് പിടിച്ചത്. ഞാൻ പുറത്തേക്ക് എടുത്തിട്ട് പിടിക്കുന്നത് മാത്രം. കണ്ടില്ലേ, നിങ്ങളെ കണ്ടില്ലേ? ഓക്കെ.